Boche Gold and Diamonds. Buy now, pay later. സാനിറ്ററി നാപ്കിൻ സംസ്കരിക്കാൻ സംസ്ഥാനത്ത് 6 ഇടങ്ങളിൽ കേന്ദ്രമൊരുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. 5 മാസത്തിനകം കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 6 ഇടങ്ങളിൽ പ്ലാന്റുകൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം ഷൊർണൂർ നഗരസഭ നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. കഴിഞ്ഞ 5 മാസം ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ മാലിന്യം വഴിയിൽ വലിച്ചെറിഞ്ഞതിന് ഈടാക്കിയ ഫൈൻ എത്രയെന്നറിയും? 8,55,00,000 രൂപ. എൻ്റെ അടുത്ത് എല്ലാ മാസവും കണക്ക് വരും. 8,55,00,000 5 മാസത്തെ കണക്ക്. അത് മുഴുവൻ ആളെ പിടിച്ചിട്ടല്ല, കിട്ടിയവരെ മാത്രമേ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. രക്ഷപ്പെട്ട കുറെ പേരുണ്ടാവും. അപ്പൊ ഇത്രയും വലിയ എൻഫോഴ്സ്മെന്റ്, ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിലോ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായിട്ടല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു പേർക്കൊക്കെ മാറ്റം വന്നിട്ട് ഉണ്ടാവും. പ്രതിദിനം 270 ടൺ സാനിറ്ററി നാപ്കിൻ മാലിന്യം സംസ്കരിക്കാനുള്ള പദ്ധതിയാണിത്. ഇതിനുശേഷം കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള പദ്ധതിയും തുടങ്ങും. സംസ്ഥാനത്തെ കിണറുകളിൽ നടത്തിയ പഠനത്തിൽ 78% കിണറുകളിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നും കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ ഉൾപ്പെടെയുള്ള പദ്ധതി തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ്, ഉപാധ്യക്ഷ P സിന്ധു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ SG മുകുന്ദൻ, K കൃഷ്ണകുമാർ, ഫാത്തിമത്ത് ഫർസാന, KN ലക്ഷ്മണൻ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.